ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെള്ളക്കടല വെച്ചിട്ട് ഒരു കറിയാണ്. അതിന് വേണ്ടി തലേ ദിവസം കുതിർത്തിട്ട വെള്ളക്കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് 4-5 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി വേറെ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് 1/2 സ്പൂണ് ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോള, ഒരു തക്കാളി, ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി ഒന്ന് വഴന്ന് വന്നാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ട് കറിയാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് ചെറിയ പീസ് 2 കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, ഒരു 10 അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടി മിക്സാക്കി കൊടുത്ത് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സെയിം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതെല്ലാം ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് അരച്ച ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണ് കറി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ച കടല വെള്ളത്തോട് കുഴഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് കസ്തൂരി മേത്തി, ഉലുവയുടെ ഇല, കുറച്ച് മല്ലിയില, ഇനി ഒരു 1.5 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ഇതെല്ലാം ചേർത്ത് നമ്മൾ കറി തയ്യാറായി. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ, ഒന്നും പറയാല്ല. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.